ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മൾ കുറേ ഉള്ളി നട്ടായിരുന്നല്ലോ. കുറേയൊന്നും നട്ടില്ല, കുറച്ചുള്ളി അല്ലേ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത് കണ്ടിട്ട് കുറേ പേരൊക്കെ പറയുന്നത്, ചേച്ചി ചുമ്മാ അതായത് നടുന്നത്, ഇതിനകത്തൊന്നും പിടിക്കത്തില്ല, നമ്മുടെ നാട്ടിൽ നിന്നും ഉണ്ടാവുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കും അന്നേരം ഒരു വാശിയായിട്ടത് എങ്ങനെയെങ്കിലും ഒന്ന് പിടിപ്പിച്ചെടുത്തിട്ട് ഇവിടെ ഒന്ന് കാണിക്കണം. അധികം ഒന്നും കാണിച്ചില്ലേലും പിടിക്കും എന്ന് ഒന്ന് കാണിച്ചു കൊടുക്കണമല്ലോ. അതിന് വേണ്ടിയിട്ടായിരുന്നു അതിൻ്റെ ശ്രമം നടത്തിയത്. വെച്ചാൽ നമ്മുടെ നാട്ടിൽ അന്ന് ഉള്ളിക്കൊക്കെ ഭയങ്കര വിലയായിരുന്നല്ലോ. അപ്പം നമുക്കും ഇതൊക്കെ ഒന്ന് നട്ട് പിടിപ്പിച്ചെടുത്താലോ എന്ന് എൻ്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ടായിരുന്നു. എല്ലാം നമ്മുടെ നാട്ടിൽ പിടിക്കാമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ നട്ടു, നമ്മൾ കോളിഫ്ലവർ നട്ടു, ക്യാബേജ് നട്ടു, തക്കാളിയൊക്കെ നല്ല രീതിയിൽ നമുക്ക് പിടിച്ച് കിട്ടി. അപ്പോൾ ഉള്ളി എന്തായാലും നമ്മുടെ നാട്ടിൽ നമ്മുടെ മണ്ണിൽ പിടിക്കും. അപ്പോൾ എന്തായാലും പിടിപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കാണിക്കുന്നത്. അപ്പം നമ്മുടെ ഉള്ളിയുടെ വിളവൊക്കെ എടുത്തു കഴിഞ്ഞു. അപ്പം നമുക്ക് ഈ മുറ്റത്ത് കുറച്ച് പണിയൊക്കെ ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ, ഇപ്പം സമയമായില്ല, പക്ഷെ നമുക്ക് ഈ പണി നടക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ വിളവെടുക്കേണ്ടി വന്നു. ഇനിയും ഒരു മാസം കൂടി ഇത് കിടന്നാൽ മാത്രമേ ഇത് നല്ല പരുവായിട്ട് കിട്ടുകയുള്ളൂ. ഇത്രയെങ്കിലും നമ്മൾക്ക് കിട്ടി, കണ്ടില്ലേ. ഇപ്പം മുറ്റത്ത് ഇൻ്റർലോക്ക് ഇടുന്നത് കൊണ്ട് നമുക്കത് അവിടെ എല്ലാം ഇൻ്റർലോക്ക് ഇട്ടതുകൊണ്ട് നമുക്കത് നിർത്താനായിട്ട് പറ്റുന്നില്ല. അങ്ങനെയാണ് ഇത് കിളച്ച് എടുത്തത്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ. അപ്പം നമ്മുടെ പറമ്പിലും നമ്മുടെ മുറ്റത്തും ഉള്ളി ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഇതേപോലെ ഉള്ളി കൃഷിയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ മുറ്റത്ത് ഇതേപോലെ നമുക്ക് ഉള്ളി കൃഷി ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് നമ്മൾ തെളിയിച്ചെടുത്തിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ കുറച്ച് പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് ഉള്ളിയുടെ സ്ഥാനമൊക്കെ മാറ്റാൻ പോവുകയാണ്. എല്ലാം ഇനി വെട്ടി മാറ്റിയേ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഉള്ളി ഇന്ന് നോക്കിയപ്പോൾ ഇത്രയൊക്കെ ആയിട്ടുണ്ട്. പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഉള്ളി വളർന്നോ, പറിക്കാറായോ ചേച്ചി എന്നൊക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ നാട്ടിൽ ഇതൊക്കെ പിടിക്കും കേട്ടോ. കണ്ടില്ലേ, ഇതൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. അത്യാവശ്യമൊക്കെ ആയി വരുന്നുണ്ട്. ഇപ്പം എല്ലാം ഞാൻ പറിക്കുന്നില്ല. ആ ഭാഗത്തു നിന്നാണ് കുറച്ച് ഇൻ്റർലോക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ് മുറ്റത്തൊക്കെ. ഉള്ളി എന്തായാലും നമ്മുടെ നാട്ടിൽ പിടിക്കും കേട്ടോ. ഇത് സമയമായിട്ടില്ല, ഇത് ഏപ്രിലൊക്കെ ആവും പരുവായി കിട്ടാനായിട്ട്. ഇതിനേക്കാളും വലിയ ഉള്ളിയൊക്കെ നിങ്ങൾ പിടിപ്പിച്ചെടുത്തിട്ടുണ്ടായിരിക്കാം. ഇത് വെളുത്തുള്ളിയായിരുന്നു കേട്ടോ, ആയി വരുന്നതേ ഉള്ളതൊക്കെ. ഉള്ളി കൃഷിയിൽ നിന്ന് നമുക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിപ്പം നമ്മൾ തണുപ്പ് സമയത്താണ് സാധാരണ ഇത് ഉള്ളി കൃഷിയൊക്കെ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഒക്ടോബർ അവസാനമൊക്കെ നട്ടു, ഒക്ടോബർ നവംബർ മാസത്തിൽ നട്ടിട്ട് മാർച്ച് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് വിളവെടുക്കാം. പക്ഷേ ഞാൻ നട്ടത് എനിക്ക് തോന്നുന്നു ജനുവരി മാസത്തിലാണെന്ന് തോന്നുന്നു. അതിനെ എടുത്ത് നോക്കി മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ജനുവരിയിലാണെന്ന് തോന്നുന്നു. അപ്പം 3 മാസം ആവുന്നതേ ഉള്ളൂ. അപ്പം ഞാനിത് പെട്ടെന്ന് ഇവിടെ പണി നടക്കേണ്ടതുകൊണ്ട് മാത്രം ഞാൻ എടുത്തതാണ്. അപ്പം കുറച്ച് നാളും കൂടി ഇത് കിടക്കണം, എങ്കിൽ മാത്രമേ ഇത് നല്ല പരുവായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. ഇത് ഉള്ളി പരുവായിട്ട് വരുമ്പോൾ ഉള്ളിയൊക്കെ ഇങ്ങനെ പുറത്തോട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം നമുക്കിത് കിളച്ചെടുക്കാം. ഇപ്പോൾ ഈ തണ്ടെല്ലാം അങ്ങ് വാടി കിടക്കുകയും ചെയ്യും. അപ്പോൾ ഉള്ളിയൊക്കെ നല്ലതായിട്ട് നമുക്ക് കിളയ്ക്കുന്ന സമയം ആയി എന്നും മനസ്സിലാവുകയും ചെയ്യും. ഇപ്പം ഇതിനകത്തെന്ന് വെച്ചാൽ ഇത് കൃഷി ചെയ്യുമ്പോൾ ഒരുപാട് വെള്ളം കൊണ്ടൊന്നും ഒഴിക്കാതിരിക്കുക. പിന്നെ നല്ല ചാണകപ്പൊടിയൊക്കെ ഇട്ട് നല്ല ജൈവവളമൊക്കെ ഇട്ടിട്ട് വേണം ഇത് കൃഷി ചെയ്യാനായിട്ട്. പിന്നെ നമ്മളത് കുഴിച്ചിടുമ്പോൾ ഈ ഭാഗം എപ്പോഴും മുകളിലോട്ടായിരിക്കണം. ഈ ഭാഗം മുകളിലോട്ട് ഇരിക്കത്തക്ക രീതി വേണം. ഇതിൻ്റെ വേര് ഭാഗം അടിയിലോട്ടും കുറച്ച് ഭാഗം മേലോട്ടും ഇരിക്കത്തക്ക രീതിയിൽ കൃഷി ചെയ്യുക. പിന്നെ എന്താണ് ചെയ്യുക, വെള്ളം ഒരുപാട് കൊണ്ടൊന്നും ഒഴിക്കാതിരിക്കുക. ഇത് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ചാൽ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഉള്ളി നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും. ഒരു 10 ഉള്ളി വീതം നമ്മൾ കുഴിച്ചിട്ടാൽ മതി. നമുക്ക് എപ്പോഴും നമുക്ക് ഉള്ളി എടുക്കാനായിട്ട് സാധിക്കും. 10 ഉള്ളി വീതം നമ്മൾ ഓരോ ഗ്രോ ബാഗിനകത്തോ ഞാൻ ഇപ്പം മണ്ണിലാണ് നട്ടിരുന്നത്, ഗ്രോ ബാഗിനകത്ത് നല്ല രീതിയിൽ ഇത് നടാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് കൃഷി ചെയ്യുക. അപ്പം മനസ്സിലായല്ലോ, നമ്മുടെ കൊച്ചു കേരളത്തിലും നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലും ഒക്കെ നമ്മുടെ മുറ്റത്തും ഒക്കെ ഉള്ളി നമുക്ക് കൃഷി ചെയ്യാമെന്നും വിളവെടുക്കാമെന്നും ഇപ്പം മനസ്സിലായി കഴിഞ്ഞു. അപ്പം വളരെയധികം വിജയകരമായിട്ട് നമ്മളിത് ഉള്ളി കൃഷി പൂർത്തീകരിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഉള്ളി കൃഷി പോലെ തന്നെ കടലക്കൃഷിയും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. കടലക്കൃഷിയും പിന്നെ അതുപോലെ തന്നെ എന്തായിരുന്നു മട്ടറും രണ്ടും നല്ലതുപോലെ കിളിച്ചു വന്നായിരുന്നു കേട്ടോ. നല്ലോണം പൂക്കളം വന്നു, കടലയൊക്കെ കായൊക്കെ പിടിച്ചു. മട്ടർ 1-2 പിടിച്ചു, എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. അതും ഞാൻ മണ്ണിനകത്തായിരുന്നു നട്ടിരുന്നത്. നല്ല രീതിയിൽ കിളിച്ചു വന്ന കടല ഞാൻ 5-6 കായ നിങ്ങളെ കാണിക്കാം കേട്ടോ. ഇനി കടല പിടിച്ചില്ല എന്ന് പറയരുത്, കണ്ടില്ല എന്നും പറയരുത്. കണ്ടില്ലേ കടല പിടിച്ചു വരുന്നത്.
കാണാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ ചെയ്തതാണ്. നമ്മുടെ ഗ്രീൻ പീസിനകത്തും നല്ല പൂക്കൾ വന്നിട്ടുണ്ട്. വെള്ളപ്പൂവാണ് അതിനകത്ത്. അപ്പം നമ്മുടെ നാട്ടിലും ഇതൊക്കെ പിടിക്കുമെന്ന് നമുക്ക് മനസ്സിലായി. നമുക്കിപ്പോൾ ഒരുപാട് നമുക്ക് പിടിപ്പിക്കാനൊന്നും വേണ്ടിയിട്ടല്ല. അപ്പോൾ അതിനെക്കുറിച്ച് ഏകദേശമൊക്കെ ഒന്ന് മനസ്സിലായല്ലോ. ബാക്കിയൊക്കെ ഇവിടെ പണി നടന്നപ്പോഴും ഓരോ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് അതിൻ്റെ മേളിൽ കല്ലും കട്ടയൊക്കെ കൊണ്ടിട്ടെല്ലാം പോയി കാണിക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഇതെല്ലാം നമുക്ക് ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ നമ്മുടെ വീടുകളിലൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ കൃഷി ചെയ്യണം, അതാണ് വേണ്ടത്. കൃഷി ചെയ്യണം ഉള്ള സ്ഥലത്ത്. ഈ വസ്തുക്കളില്ലാത്തവരും ഗ്രോ ബാഗിനകത്ത് നമുക്ക് കൃഷി ചെയ്യാവുന്നേ ഉള്ളൂ. അതുപോലെ കവറിനകത്തൊക്കെ കൃഷി, ചീര കൃഷിയൊക്കെ ആണെങ്കിൽ കവറിനകത്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വിട്ടാൽ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ റെൽ എന്ന ആപ്പും കൂടെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടിരുന്നാൽ മിനീസ് ലൈഫ് സ്റ്റൈൽ ഒന്ന് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോസും അവിടെയും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം. പടവലം നട്ടുപിടിപ്പിച്ചതൊക്കെ നിങ്ങൾ കണ്ടില്ലായിരുന്നോ? അതിനകത്ത് നല്ലതുപോലെ കായൊക്കെ പിടിക്കാൻ തുടങ്ങി. പലരും ചോദിക്കുന്നുണ്ടായിരുന്നു പടവലമൊക്കെ എന്തായിരുന്നു.